ഹലോ, അൺമാസ്കിംഗ് ഫിസിയോതെറാപ്പി ഇൻ ജർമ്മനി എന്ന സീരീസിൻ്റെ 3rd എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സീരീസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ വന്ന മേജർ കൺസേൺസ് അല്ലെങ്കിൽ കോമൺ ഡൗട്ട്സ് അതാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ അത്തരത്തിൽ വന്ന ഒരു കമൻറ്റാണ് ഈ എപ്പിസോഡിൻ്റെയും കണ്ടന്റ്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫിസിയോതെറാപ്പി ജോബ്സ് ഇൻ ജർമ്മനി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജർമ്മനിയിൽ ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതൊക്കെ സ്പെഷ്യലൈസേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യൻ ഫിസിയോതെറാപ്പി പഠിച്ചവർക്ക് ജർമ്മനിയിൽ കിട്ടുന്ന വിവിധ സ്പെഷ്യലൈസേഷൻസ്, ഡിമാൻഡുള്ള മേഖലകൾ എല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓർത്തോപെഡിക്സ് ഫിസിയോതെറാപ്പി. സാധാരണമായി ഇന്ത്യൻ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പിയാണ്. സ്പോർട്സ് ഇഞ്ചുറികൾ, ഫ്രാക്ചർ, റീഹാബിലിറ്റേഷൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി ഇതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് വരും. ജർമ്മനിയിൽ സ്പൈൻ സർജറി അല്ലെങ്കിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നിർബന്ധമാണെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർത്തോപെഡിക്സ് ഫിസിയോതെറാപ്പിസ്റ്റിന് അത്രയും സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് ഉള്ളൊരു സ്പെഷ്യലൈസേഷനാണ് ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി. സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, പാർക്കിൻസൺ ഡിസീസസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇവയ്ക്കുള്ള ഫിസിയോതെറാപ്പിയും ജർമ്മനി വളരെ പ്രധാനമുള്ളതാണ്. ഇവിടെ പേഷ്യൻസിൻ്റെ റിക്കവറിയിൽ ഒരു വലിയ റോള് ഫിസിയോതെറാപ്പിസ്റ്റ് വഹിക്കുന്നുണ്ട്. കാരണം അവിടെ ലോങ് ടേം ന്യൂറോ റീഹാബ് കിട്ടുന്നുണ്ട്. നേരിട്ടുള്ള ന്യൂറോ റീഹാബ് കുറവായതിനാൽ തന്നെ ഇന്ത്യയിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഇതൊരു വലിയ അവസരം തന്നെയാണ്. 3rd സ്പെഷ്യലൈസേഷനാണ് ജീരിയാട്രിക് ഫിസിയോതെറാപ്പി. പ്രായമായവരുടെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിയാണ് ജീരിയാട്രിക് ഫിസിയോതെറാപ്പി. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ അവിടെ ഏറെ പ്രായമായുള്ളവരാണ്. അതിനാൽ തന്നെ ജീരിയാട്രിക് ഫിസിയോതെറാപ്പിക്ക് വലിയ സ്കോപ്പ് ഉണ്ട്. ബാലൻസ് ട്രെയിനിങ് ഫോർ പ്രിവെൻഷൻ, മൊബിലിറ്റി എക്സസൈസസ് ഇതൊക്കെയാണ് മെയിൻ ജോബ് റോള്. സോ ഇന്ത്യൻ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഈ മേഖലയിൽ സോഫ്റ്റ് സ്കിൽസിൽ ട്രെയിനിങ് നേടിയാൽ ജോലി കിട്ടുന്ന കാര്യം ഉറപ്പാണ്. നെക്സ്റ്റ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കാറ്റഗറിയാണ് കാർഡിയോ പൾമോണറി ഫിസിയോതെറാപ്പി. യെസ്, ഫിസിയോതെറാപ്പി ജർമ്മനിയിൽ വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ഫിസിയോതെറാപ്പി, COPD റീഹാബിലിറ്റേഷൻ, ICU ഫിസിയോതെറാപ്പി ഇവയിലൊക്കെ ട്രെയിൻഡ് ആയവർക്ക് വലിയ ഡിമാൻഡ് ഉണ്ട്. കാരണം ജർമ്മനിയിലെ ഹോസ്പിറ്റൽ സിസ്റ്റംസ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഹെൽത്ത് ടീം മെമ്പറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കാറ്റഗറിയാണ് കാർഡിയോ പൾമണറി ഫിസിയോതെറാപ്പി. യെസ്, ഫിസിയോതെറാപ്പി ജർമ്മനിയിൽ വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. നെക്സ്റ്റ് ഉള്ള ഒരു സ്പെഷ്യലൈസേഷനാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി. കുഞ്ഞുങ്ങളുമായി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി ജർമ്മനിയിൽ വളരെ ഡിമാൻഡ് ഉള്ളതാണ്. സെറിബ്രൽ പാൽസി, ഡെവലപ്മെൻ്റൽ ഡിലേ, ഓർത്തോപീഡിക് കണ്ടീഷൻസ് ഇതിനൊക്കെ ആയിട്ട് സോഫ്റ്റ് സ്കിൽസ്, പേഷ്യൻസ്, പ്ലേ തെറാപ്പി, അവയർനെസ് എന്നിവ വേണം. ഇന്ത്യൻ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഇവിടെ ലാംഗ്വേജ് കൂടി പരിശീലിച്ചാൽ പെട്ടെന്ന് സെറ്റിൽ ആകാം. നെക്സ്റ്റ് ഉള്ള ഒരു സ്പെഷ്യലൈസേഷനാണ് ജർമ്മനിയിൽ സ്പോർട്സ് ലൈക്ക് ഫുട്ബോൾ അങ്ങനത്തെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും ശ്രദ്ധിക്കുന്ന രാജ്യമായതിനാൽ ഇതും വളരെ മികച്ച ഡൊമൈനാണ്. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ടെന്നീസ് എല്ലാത്തിനും സ്പോർട്സ് ഫിസിയോ വേണം. അതിനാൽ മാനുവൽ തെറാപ്പിയിൽ എക്സ്ട്രാ കോഴ്സസ് ഇന്ത്യയിൽ എടുത്തു പോകുന്നത് നല്ലൊരു കാര്യമായിരിക്കും. നെക്സ്റ്റ് ഒരു ഫിസിയോതെറാപ്പി സ്പെഷ്യലൈസേഷനാണ് ആനിമൽ ഫിസിയോതെറാപ്പി ആൻഡ് എമർജിംഗ് ഫീൽഡ്സ്. കൂടുതൽ പുതുമയുള്ള മേഖല തന്നെയാണ് ആനിമൽ ഫിസിയോതെറാപ്പി. അവിടെ ഹോഴ്സസ്, ഡോഗ് എന്നിവയ്ക്കൊക്കെ റീഹാബ് ചെയ്യുന്നത് ജർമ്മനിയിൽ വളരെയധികം പ്രമുഖമാണ്. ഇത് ഇന്ത്യയിൽ അത്ര അറിയപ്പെടുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാലോ. ജർമ്മൻസ് കൂടുതൽ പെറ്റ്സിനെ വളർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഇതിന് വലിയൊരു ബ്രാഞ്ചായി തന്നെയുണ്ട്. ഇന്ത്യയിലുണ്ട്, ബട്ട് ജർമ്മനിയിൽ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതിനുപരി റോബോട്ടിക്സ് ഫിസിയോതെറാപ്പി, ടെലി റീഹാബ് ഒക്കെ പുതുതായി വരുന്ന മേഖലകളാണ്. സോ ഇത്രയൊക്കെ സ്പെഷ്യലൈസേഷനാണ് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. എല്ലാം ജർമ്മനിയിൽ നല്ല രീതിക്ക് അവസരമുള്ള മേഖലകളാണ്. ഇനി ഓരോ ഫീൽഡിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, സാലറി നെഗോസിയേഷൻ, ഇക്വാലൻസ് ചെക്ക്, ലാംഗ്വേജ് ഇൻ്റഗ്രേഷൻ എല്ലാം അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി പറയും. ജർമ്മനിയിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസിനും ലാൻസ്റ്യൂട്ടായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത്. സോ താങ്ക് യു. എല്ലാവരും അൺമാസ്കിംഗ് ഫിസിയോതെറാപ്പി ഇൻ ജർമ്മനി എന്ന സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിനായി കാത്തിരിക്കൂ. സ്റ്റേ ട്യൂൺ. ബൈ.